നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമെന്ന് മന്ത്രി. INTUC അധ്യക്ഷ പദവിയിൽ R ചന്ദ്രശേഖരന് പിന്തുണ. തൃശൂരിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ചത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സംഘടനയെ തകർക്കാനാണെന്ന് ചന്ദ്രശേഖരൻ. കരുവന്നൂർ കേസിലെ പ്രതികളായ CPM നേതാക്കൾക്ക് ജാമ്യം. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് K രാധാകൃഷ്ണൻ MP. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി. വീടിന് മുകളിലെ ട്രസ് പറന്നുപോയി. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതുകുളത്ത് പരക്കെ നാശം. പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനായി പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി KA തുളസി. പദ്ധതി നടപ്പാക്കുന്നത് ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ. വാർത്തകൾ വിശദമായി. ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും DGP തല അന്വേഷണമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. തുടക്കം മുതലേ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണം അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ആവശ്യമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. ഇവരെ തുറങ്കിലടക്കണം. ഇവരുടെ ഇത്തരത്തിലുള്ള അട്ടിമറിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം. കഴിഞ്ഞ 10 വർഷം PSC നടക്കുന്നത് പിൻവാതിൽ നിയമനം ഉൾപ്പെടെയാണ്. ഇത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. എന്നാൽ UDF സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്നും കുറ്റക്കാരെ തുറങ്കലിൽ അടയ്ക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി ജനീഷ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെന്റ് വളരെ വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ഈ അട്ടിമറികളിൽ ഒരാളെ പോലും പുറത്തുവിടാത്ത തരത്തിലുള്ള അന്വേഷണത്തിന് കടക്കും. സംസ്ഥാന ഗവൺമെന്റ് അതിന് തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്. തന്നെ അഴിമതിക്കാരനാക്കാനാണ് ശ്രമമെന്നും INTUC അധ്യക്ഷ പദവിയിൽ നിന്ന് താൻ രാജിവെക്കില്ലെന്നും R ചന്ദ്രശേഖരൻ. തൃശൂരിൽ ചേർന്ന INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ INTUC അധ്യക്ഷതാ പദവി തുടരാൻ R ചന്ദ്രശേഖരന് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചന്ദ്രശേഖരന്റെ നിലപാട്. ഒരു പരാതി ഒരു സ്ഥാപനത്തെക്കുറിച്ച് വന്ന് ആ പരാതി കൊടുക്കുന്നവർ, പരാതിയെ സംബന്ധിച്ച് അതിന്റെ പ്രതിഭാഗത്ത് നിൽക്കേണ്ടി വരുന്നവർ, ഇവർ രണ്ടുപേരുമായിട്ടാണ് മാധ്യമങ്ങൾ സംബന്ധിക്കുന്നത്. സർക്കാരിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമപ്രവർത്തനം. പക്ഷെ ദുർഭാഗ്യവശാൽ ചില ചാനലുകൾ പരാതിയും അവരോട് ചോദിച്ചു നിൽക്കുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ ചർച്ചയാണ്. നല്ല കാര്യം, അതൊക്കെ സ്വാധീനം. അല്ല, എന്റെ പേര് അങ്ങനെയെങ്കിലും കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നത് അദ്ദേഹം ചോദിച്ചതിന് മറുപടി അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഞാനല്ല. അത് വിചാരണ സമയത്ത് കോടതിയാണ് സാക്ഷിമൊഴികളുടെയും റെക്കോർഡുകളുടെയും വാദപ്രതിവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ കോടതിയാണ് അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ അതിനെന്ത് ശിക്ഷ കൊടുക്കണം. അത് വെറുതെ ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരും തീരുമാനിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതിയെ സ്വാഗതം ചെയ്യുന്നതായും ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും പരാതിക്കാരന്റെ വരുമാന സ്രോതസ് അന്വേഷിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 2005 മുതൽ 15 വരെ 10 വർഷക്കാലം കശുവണ്ടി വികസന കോർപ്പറേഷനിൽ അഴിമതി ആരോപണം മുഴുവൻ തന്റെ മേൽ കെട്ടിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. താൻ 2012 മുതൽ 15 വരെ 3 വർഷം മാത്രമാണ് ചെയർമാനായി ഇരുന്നിട്ടുള്ളത്. ഇക്കാലയളവിൽ 224 കോടിയുടെ പർച്ചേസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇതും ബോർഡ് ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ്. എന്നാൽ ഇക്കാലയളവിൽ R ചന്ദ്രശേഖരൻ 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് മാധ്യമ ചർച്ചകൾ വരുന്നത്. തന്നെ കൂടി ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ കോടതിക്ക് കൊടുക്കുന്ന ഉത്തരവ് തന്റെ കൈവശം കിട്ടിയതിനെയും R ചന്ദ്രശേഖരൻ ന്യായീകരിച്ചു.
കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാത്തതിന് കാരണമെന്താണെന്ന് അവരോട് ചോദിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. 17 ലക്ഷം അംഗങ്ങളുള്ള കേരള INTUC ഇല്ലാതാക്കാനും സംഘടന അപമാനിക്കാനും മറ്റ് സംഘടനകളുമായി ചേർന്ന് ആരു പ്രവർത്തിച്ചാലും അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നും ഏതു വിചാരണയും നേരിടാൻ തയ്യാറാണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിലെ ED കേസിൽ CPM നേതാക്കൾക്ക് ജാമ്യം. മുൻ ജില്ലാ സെക്രട്ടറിമാരായ K. രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കല്ലൂർ PMLA കോടതിയാണ് ജാമ്യം നൽകിയത്. ഈ മാസം 21-ന് CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ CPM പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മൊത്തം 83 പ്രതികളാണുള്ളത്. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളൂപ്പറമ്പിൽ രാമന്റെ വീടിന് മുകളിലായി സ്ഥാപിച്ചിരുന്ന ട്രസ് പറന്നുപോയി. വാട്ടർ ടാങ്കും പാരപ്പറ്റും തകർന്നു. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ വീട്ടിലെ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് അടുക്കളയും ഡൈനിങ് ഹാളും തകർന്നു. പോട്ടയിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ലൊടിഞ്ഞു വീണ് ട്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്കെ നാശം. കോതകുളം പടിഞ്ഞാറ് ഇല്ലിക്കുഴി UK നായർ റോഡിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയും ഓടുകളും തകർന്നു. ശനിയാഴ്ച പുലർച്ചെ വീശിയടിച്ച് ശക്തമായ കാറ്റിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. വീടിന്റെ മുൻഭാഗത്തെയും ശുചിമുറിയുടെയും ട്രസ്സും തകർന്നു. ചാലുകുളം പള്ളി റോഡിലും മരങ്ങൾ വീണ് റോഡ് തടസ്സപ്പെടുകയും പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. പുതുക്കാട് ചുങ്കം റോഡിൽ വളഞ്ഞൂപ്പാടത്ത് തെങ്ങ് കടപുഴകി നിർത്തിയിട്ട വാനിന് മുകളിൽ വീണു. വളഞ്ഞൂപ്പാടം പറപ്പുള്ളി ലാലുവിന്റെ വാനിന് മുകളിലാണ് തെങ്ങ് വീണത്. അപകടത്തെ തുടർന്ന് ചിമ്മിനി ഡാമിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ABC കേബിൾ പോസ്റ്റിൽ നിന്ന് പൊട്ടി വീണു. തെങ്ങ് വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി. KCB അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ ശശി, സജിന ഷിബു എന്നിവരും സ്ഥലത്തെത്തി. പ്രദേശത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ വെങ്കിടങ്ങ് തൊയക്കാവിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണു. കോഴിപ്പറമ്പിൽ പെരിങ്ങാട്ട് വത്സല ഗോപിയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ പ്ലാവ് വീണത്. അപകടത്തിൽ വീട് ഭാഗികമായും കുടിവെള്ള ടാങ്കും പമ്പിംഗ് സംവിധാനവും തകർന്നു. തൃശൂർ നെടുപ്പുഴ മല്ലിത്തറ കോൾപ്പാടത്ത് ഫൈബർ ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. തൃക്കൂർ സ്വദേശി ബിനോജ്, കരുവന്നൂർ സ്വദേശി സജിൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. 5 പേർ അടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരായ നിഷാദ്, ഗിരീഷ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നെടുപ്പുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ജൂലൈ 4-ന് അവരോടുള്ള ആദരസൂചകമായാണ് പുതിയ പദ്ധതിക്ക് അവരുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവർ പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ആ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റുകളിലുമൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ ഒരു അദാലത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ജൂലൈ
29, 30, 31 തീയതികളിലായിട്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കി വിജയം കണ്ടതിന് ശേഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ വകുപ്പുകളിലോ അംഗീകൃത ഏജൻസികളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ പട്ടികജാതി വർഗ വിഭാഗക്കാരുടെ ഗ്രൂപ്പുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 75% സർക്കാർ സബ്സിഡിയായി അനുവദിക്കും. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക. ശേഷിക്കുന്ന 25% തുക ബാങ്കുകളിലൂടെയോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലൂടെയോ വായ്പയായി കണ്ടെത്തണം. കുറഞ്ഞത് 2 വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതി സഹായം നൽകും. ഇതിനായി പരമാവധി 5 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി ജൂലൈ 29, 30, 31 തീയതികളിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ. തൃശൂർ DCC ഓഫീസിൽ മന്ത്രിമാരായ AP അനിൽകുമാറിന്റെയും KA തുളസിയുടെയും സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റാണ് MK വർഗീസിന് അംഗത്വം നൽകി ഷാൾ അണിയിച്ചത്. എന്നും കോൺഗ്രസുകാരനായിരുന്നു താനെന്ന് MK വർഗീസ് പറഞ്ഞു. ചില തെറ്റുകളുടെ പേരിൽ 2020 കോൺഗ്രസ് തറവാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന താൻ വീണ്ടും കോൺഗ്രസിൽ സന്തോഷത്തോടെ സജീവമാകുകയാണെന്നും MK വർഗീസ് TCVയോട് പറഞ്ഞു. ഞാൻ എൻ്റെ കോൺഗ്രസിൻ്റെ മനസ്സ് ഒന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരനാണ്. ചില തെറ്റുകൾ സംഭവിച്ചു, അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ലൊരു മാറ്റം അത്രയേ ഉള്ളൂ. പക്ഷേ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തറവാട്ടിലേക്ക് തന്നെ നടക്കുന്നു. എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. ആ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായി ഇന്ന് ബഹുമാനായ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് ഇന്ന് തുളസി മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ ശ്രീ അനിൽ മിനിസ്റ്ററുടെയും ഒക്കെ സാന്നിധ്യത്തിൽ എനിക്ക് ഇന്ന് മെമ്പർഷിപ്പ് തന്നിട്ടുണ്ട്. ഇനി വളരെ സജീവമായി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ DCC ഉണ്ടാകും. സാധാരണ ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ തരത്തിലുള്ള എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ പരിപാടികളും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് തീരുമാനം. ചാലക്കുടി തൂമ്പക്കോട് റോഡിൽ വീണുകിടന്ന തെങ്ങിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന സഹോദരന് പരിക്കേറ്റു. മോതിരക്കണ്ണി മണ്ണുംപുറം തളിയൻ വീട്ടിൽ 65 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. പരിക്കേറ്റ സഹോദരൻ പൗലോസിനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4-നായിരുന്നു അപകടം. പൗലോസിന്റെ പരിയാരത്തുള്ള കൃഷിസ്ഥലത്തേക്ക് പോയതാണ് ഇരുവരും. തോമസ് ആണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. അർദ്ധരാത്രിയിലെ കാറ്റിൽ കടപുഴകി വീണ തെങ്ങ് റോഡിൽ നിന്നും മുറിച്ചു മാറ്റിയിരുന്നില്ല. സ്കൂട്ടർ തെങ്ങിലിടിച്ചു കയറി ഇരുവരും റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ഇരുവരുടെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടമറിഞ്ഞ് ഓടിക്കൂടിയ പരിസരവാസികളാണ് ഇരുവരെയും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചത്. ടോറസ് ലോറിയിടിച്ച് ചേറ്റുപുഴ കർമ്മലമാതാ പള്ളിയുടെ മതിൽ തകർന്നു. ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 5:15-നാണ് അപകടം. റോഡരികിൽ ലോറി നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു ഡ്രൈവർ. ലോറി നിരങ്ങി പള്ളിമതിലിൽ ഇടിച്ചു കയറുകയായിരുന്നു. ആളുകളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായെന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുചേരിൽ TCVയോട് പറഞ്ഞു. സമയമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. വണ്ടി വന്ന് ഇടിച്ച് നമ്മുടെ പള്ളിയുടെ മതിലുകൾ തകർത്ത് ഇപ്പോഴതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. വണ്ടിയിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി പാർക്ക് ചെയ്തിട്ട് പോയ സമയത്ത് വണ്ടി നിരങ്ങി വന്നതാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലോറിയുടെ ഹാൻഡ് ലോക്കിലെ തകരാറാണ് ഇറക്കത്തിലേക്ക് നിരങ്ങിയിറങ്ങാൻ കാരണമായതെന്നതാണ് പ്രാഥമിക നിഗമനം. വെളുത്തൂരിലേക്ക് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന ഇഷ്ടികകളായിരുന്നു ടോറസ് ലോറിയിലുണ്ടായിരുന്നത്. കാട്ടകാമ്പാൽ മാർ ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട യുവാവ് പിടിയിലായി. മലപ്പുറം കല്ലൂർമ തലേക്കര വീട്ടിൽ അഭിജിത്താണ് പോലീസ് പിടിയിലായത്. ജൂൺ 12-ന് പുലർച്ചെ 3 മണിയോടെയാണ് പള്ളി കോമ്പൗണ്ടിൽ മോഷണം നടന്നത്. പള്ളി കോമ്പൗണ്ടിലുള്ള കല്ലറയിലുള്ള ഓട്ടുവിളക്കും പള്ളിയുടെ നടുമുറി കുരിശുപള്ളിക്ക് മുൻവശത്തെ തൂക്കുവിളക്കുമാണ് മോഷണം പോയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. മതിലകം ഓണച്ചമ്മാവിൽ കോഴിക്കട ഉടമ മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഓണച്ചമ്മാവ് സ്വദേശി കോഴിപ്പറമ്പിൽ സത്യന്റെ മകൻ സനോജാണ് കടയിലെ മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ നിന്നും കോഴിക്കടയിലേക്ക് പോയ സനോജിനെ രാത്രി വീട്ടുകാർ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതായതിനെ തുടർന്ന് കോഴിക്കടയിലെത്തി നോക്കിയപ്പോഴാണ് നിലത്തു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. കോഴികളുടെ തൂവൽ കളയുന്ന മെഷീനും നിലത്ത് മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. ഈ മെഷീനിൽ നിന്നും ഷോക്കേറ്റാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
കട്ടിലപ്പൂവത്ത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. മാടയ്ക്കത്തറ ചെന്നിക്കര സ്വദേശി കൊല്ലംപറമ്പിൽ വീട്ടിൽ വിഷ്ണുവാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത്. പ്രതിയിൽ നിന്നും 6 കുപ്പി മദ്യവും മദ്യം വിൽപ്പന നടത്തി കിട്ടിയ 1500 രൂപയും ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി എന്നിവർക്ക് തൃശൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ചേർന്ന് മന്ത്രിമാരെ സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി AP അനിൽകുമാർ 10 വർഷമായി ജനങ്ങൾക്ക് കിട്ടാതിരുന്ന നീതി ലഭ്യമാക്കാൻ സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകി. പാവപ്പെട്ടവരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതിനും അവർക്ക് നീതി ലഭിക്കുന്നതിനുമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും തൃശൂർ ജില്ലക്കാരി കൂടിയായ മന്ത്രി KA തുളസി പറഞ്ഞു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, KPCC സെക്രട്ടറിമാരായ ഷാജി കോടങ്ങണ്ടത്ത്, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂരിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഭവനിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഠനത്തിനൊപ്പം സ്വയം പരുവപ്പെടുത്താനുള്ള മികച്ച അവസരമാണ് വിദ്യാർത്ഥികൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൂടെ ലഭ്യമാകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MLA രാജൻ J. പല്ലൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വില്ലി ജിജോ എന്നിവർ പങ്കെടുത്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷനും 23ാമത് തൃശൂർ സ്കൗട്ട്സ് ഓപ്പൺ ഗ്രൂപ്പും 81ാം റേഞ്ചർ ടീമും സംയുക്തമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഫയർഫോഴ്സ് വിദ്യാർത്ഥികൾക്ക് രക്ഷാമാർഗങ്ങളെ സംബന്ധിച്ച് പരിശീലനം നൽകി. കുന്നംകുളം പഴുന്നാന കാണിപ്പയ്യൂർ പാടത്ത് പശുവിന്റെ അറവു മാലിന്യങ്ങൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാടത്തെ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള മരത്തിൽ മാലിന്യം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ മാലിന്യം അഴിച്ചുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സുബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് അറിയിച്ചു. ഇടവേള. French Dairy Pistachio Kunafa Bar. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഫിഫ ലോകകപ്പ് 2026 ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വിറപ്പിച്ച് കേപ്പ് വെർദെ ഒടുവിൽ പൊരുതി വീണു. മിയാമിയിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 2-3 ഗോളുകൾക്ക് വിജയിച്ച മെസ്സിയും സംഘവും പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ആനയുടെ പോരാട്ട വീരത്തെ പിടിച്ചുകെട്ടി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ മനോഹാരിതയുമായി കൊളംബിയ. ലോകകപ്പിലെ അവസാന റൗണ്ട് ഓഫ് പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് കൊളംബിയ ഘാനയെ മറികടന്നത്. കൊളംബിയയ്ക്ക് വേണ്ടി 14ാം മിനിറ്റിൽ യോൺ അരിയാസാണ് ഘാന വല കുലുക്കിയത്. ജൂലൈ 8 നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും കൊളംബിയയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് TCV. ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി കൊറ്റമ്പിള്ളി നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. 60 വയസ്സായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ്. തൃശൂരിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജുവൽ
റോക്ക് ഹൈറേ പർച്ചേസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊടകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ IMAയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ലയൺ KV ശിവകുമാർ MJF ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി ലയൺ ജോസ് ആന്റണി, ട്രഷറർ ലയൺ വർഗീസ് കാളൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഡയറക്ടർമാരായ നാരായണൻ, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. മേത്തല ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയായിരുന്ന PM ഷൈബയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച മേത്തല ഗവൺമെന്റ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി TS അക്ഷയ്ക്ക് സമ്മാനിച്ചു. അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. അധ്യാപക രക്ഷകർത്താ സമിതിയും കുട്ടികളും തയ്യാറാക്കിയ സ്മരണിക AEO മൊയ്തീൻ കുട്ടി പ്രകാശനം ചെയ്തു. കൌൺസിലർ പ്രിയ സാവൻ, മുൻ പ്രധാന അധ്യാപികമാരായ മേരി ഹെലൻ, ജാസ്മിൻ, കാവ്യ, മുൻ കൌൺസിലർ EJ ഹിമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 2 ലക്ഷം രൂപ ഉപയോഗിച്ച് കുട്ടികൾക്കായി നിർമ്മിച്ച മിനി പാർക്കിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TS ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനീത ബെന്നി, ICDS സൂപ്പർവൈസർ KM നിത, പഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മഹാത്മാ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പറപ്പൂർ യൂണിറ്റും സംയുക്തമായി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പറപ്പൂർ ഫൊറോന വികാരി ഫാദർ പോൾ തെക്കനാത്ത് ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, പേരമംഗലം SI അജയൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ്, അഖിലേന്ത്യാ ഫുട്ബോൾ താരം PJ ജോസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PP ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. അടിച്ചോ. തൃശൂർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ അഷ്റഫ് PA അധ്യക്ഷത വഹിച്ചു. സർവോദയം VHSS പ്രിൻസിപ്പൽ ഷീബ, ഹെഡ്മിസ്ട്രസ് ഗീത സജീവ് മേനോൻ, ഡോക്ടർ MK ലിജി, സർവോദയം VHSS മാനേജർ M ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന്റെയും ഒന്നിക്കുകയും പ്രതിജ്ഞയെടുക്കുന്നു. ചെവിടൊപ്പം ചേർത്ത് ബൈസെപ്സ് നിങ്ങളുടെ ചെവിടൊപ്പം അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് പോകും. പൊയ്യ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സഹായ ഉപകരണങ്ങളുടെ വിതരണം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോളി സജീവ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പുന്നംപറമ്പ് ബ്രാഞ്ചിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. ബാങ്ക് ഡയറക്ടർമാരായ കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ, KR സന്ദീപ്, രാധിക പുഷ്പാങ്കദൻ, മാനേജർ അവിൻ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ മാസാചരണത്തിന്റെയും വായനാ മഹോത്സവത്തിന്റെയും ഭാഗമായി ജില്ലാതല വായനാ സദസ്സിന് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് അംഗം VV സുവീഷ് അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ഏഷ്യൻ റെക്കോർഡ് ജേതാവ് സെയ്ദ് ഷാഫി, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. Everyone can become a Horigalu. All
+2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ആദരവ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ BRC ഹാളിൽ നടന്ന ആദരം മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. AEO P മൊയ്തീൻകുട്ടി, SSK പ്രോജക്ട് കോർഡിനേറ്റർ VJ ജോളി, എടവിലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. അമ്മയാണ്. വലിയൊരു ഉദ്യമമാണ്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് നായിക് ദർശനം നടത്തി. ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്തുമന വിഷ്ണുനാരായണൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി മന്ത്രിയെ സ്വീകരിച്ചു. ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണത്തിലേക്ക് ചെമ്പോല സമർപ്പണവും നടത്തി. ദേവസ്വം ഓഫീസർ PC വിഷ്ണു, പഴുവിൽ രഘുമാരാർ, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ സന്നിധരായിരുന്നു. ചിന്ത്രാപ്പിണി ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാമത് SPC ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. KK വത്സരാജ് MLA മുഖ്യാതിഥിയായി. കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ്, കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത്, ഡ്രിൽ ഇൻസ്ട്രക്ടർ സുജിത്, തൃശൂർ റൂറൽ ADNO OH ബിജു, SPC അധ്യാപികമാരായ VS നീതു, VJ ശൈത്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന് അർഹത നേടിയ കേഡറ്റുകളായി മാറുന്നത്. ഇരിങ്ങാലക്കുട രൂപത കുടുംബവർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ മഹാസംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 141 ഇടവകകളിലെ എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്യും. രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായിരിക്കും. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ പിണ്ടിയൻ, സഹവികാരി ജിതിൻ നെല്ലങ്കര, ജനറൽ കൺവീനർ ഷമ്മി ജോസ്, കൈകാര്യന്മാരായ ഫ്രാൻസിസ് ചിറ്റ്ലപ്പള്ളി, ലിയോ പോൾ പൂപ്പാടി, ചാർലി ആളൂർ എന്നിവർ നേതൃത്വം നൽകി. ഊട്ടുനേർച്ചയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പാവറട്ടി ചമ്പ്രം തോട്ടിലേക്കുള്ള ചീപ്പ് ശുചീകരിച്ചു. കുളവാഴയും ചണ്ടിയും നിറഞ്ഞതും മണ്ണടിഞ്ഞതു കൂടിയതും മൂലം ചമ്പ്രം തോട്ടിൽ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലായിരുന്നു. ചമ്പ്രം തോട്ടിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടാൽ പാവറട്ടി സെന്റർ വരെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമാണുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും 2ാം വാർഡംഗം സുമയ തറയിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനം നടന്നത്. തൃശൂർ സെന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിൻഡോ പോൾ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ വിഭിത വാസു, സെന്റ് ആൻസ് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ, ലോക്കൽ മാനേജർ സിസ്റ്റർ സാന്നിധ്യ, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മരിയ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, LSS, USS എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. എളവള്ളിയിൽ 3 ദിവസങ്ങളിലായി നടന്ന ഞാറ്റുവേല ചന്ത സമാപിച്ചു. സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കൃഷി ഓഫീസർ NT ഫ്രെഡി, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമെന്ന് മന്ത്രി. INTUC അധ്യക്ഷ പദവിയിൽ R ചന്ദ്രശേഖരന് പിന്തുണ. തൃശൂരിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഏകകണ്ഠേന പിന്തുണ പ്രഖ്യാപിച്ചത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ സംഘടനയെ തകർക്കാനാണെന്ന് ചന്ദ്രശേഖരൻ. കരുവന്നൂർ കേസിലെ പ്രതികളായ CPM നേതാക്കൾക്ക് ജാമ്യം. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, MM വർഗീസ് അടക്കമുള്ള നേതാക്കൾക്കാണ് ജാമ്യം ലഭിച്ചത്. കേസ് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് K രാധാകൃഷ്ണൻ MP. ഇരിങ്ങാലക്കുട പുറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലി. വീടിന് മുകളിലെ ട്രസ് പറന്നുപോയി. ശക്തമായ കാറ്റിൽ വലപ്പാട് കോതകുളത്ത് പരക്കെ നാശം. പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനായി പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി KA തുളസി. പദ്ധതി നടപ്പാക്കുന്നത് ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ. ത്രില്ലർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.